അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമംഗല്യം. ഒരുപാട് ആൾക്കാര് ഇന്ന് കരിമംഗല്യം കൊണ്ട് വളരെ വിഷമിക്കുന്നവരാണ്. ഈ പറഞ്ഞ ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കരിമംഗല്യം എല്ലാം നന്നായിട്ട് തന്നെ പോയി എന്ന് പറയാം. എൻ്റെ മുഖത്തെ നേരത്തെ വെച്ചുള്ള അനുഭവം വെച്ച് ഞാൻ പറയുവാണ്. പക്ഷെ ഈ മൂക്കിലുള്ളത് കരിമംഗല്യം അല്ല കേട്ടോ, ഇത് കണ്ണാടി വെച്ചിട്ട് വന്ന പാടാണ്. ശരിക്കും നിറച്ചുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിറച്ചുള്ളൊരു മുഖമായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് ചാനലില്ലായിരുന്നു. അതുകൊണ്ട് ആ ഫേസിൻ്റെ ഫോട്ടോ ഒന്നും എടുത്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാനലിലേക്ക് ചെറുതായിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ അപ്പോഴാണ് ചാനൽ തുടങ്ങിയത്. എന്നാലും അത് കാണാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇത് കാണുമ്പോൾ പറയും ചേച്ചിയുടെ മുഖത്ത് എന്നാലും ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ പണ്ടത്തേതിനെ വെച്ചിട്ട് എൻ്റെ മുഖത്തിപ്പം ഒന്നും ഇല്ലയെന്ന് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ച പാക്ക് എന്താന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് പുതിയ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതിനകത്തുള്ളത് പോലെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഒരു മാസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കരിമംഗല്യം നല്ലതായിട്ട് മാറി നിങ്ങളുടെ മുഖം നല്ല ക്ലിയർ ആകും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കരിമംഗല്യം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം ഈ കരിമംഗല്യം നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും. പ്രായം കൂടുന്നത് മൂലം ഉണ്ടാകും. പക്ഷേ ഒരുപാട് പ്രായം ഉള്ളവരുടെ മുഖത്തും കരിമംഗല്യം ഇല്ല. അപ്പം അത് പ്രായാധിക്യം കൊണ്ട് ചിലവരുടെ സ്കിന്നിന് കേട്ടോ, എല്ലാവരുടെ അല്ല, എല്ലാവരും ഒരുപാട് പ്രായമുള്ളവരുടെ മുഖത്തൊന്നും ഒട്ടും പാട് കാണുന്നില്ല. അങ്ങനെയും നമുക്കത് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഒരുപാട് വെയിൽ കൊള്ളുന്നത് മൂലം വരും. പിന്നെ ഒരുപാട് ടെൻഷൻ തലയിലേറ്റ് നടക്കുന്നവർക്ക് വരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ് മൂലം വരും. പിന്നെ ചില ടാബ്ലറ്റ്സ് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡ് എഫക്റ്റ് മൂലവും വരും. ഇത് ഏതാ കാരണം എന്ന് കണ്ടുപിടിച്ചാലേ നമുക്കത് എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം എന്തുകൊണ്ട് വന്നതാണെങ്കിലും നമ്മുടെ ഈ നാച്ചുറൽ റെമഡി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കരിമംഗല്യം മാറ്റാം. പിന്നെ ചെറിയ കരിമംഗല്യം ആണെങ്കിൽ അതിന് ഒരു മാസം ഒന്നും എടുക്കത്തുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വയസ്സ് ഇപ്പോഴത്തെ ആൾക്കാർക്കുണ്ടല്ലോ ഒരു 30 വയസ്സിൻ്റെ അങ്ങോട്ട് കരിമംഗല്യം തുടങ്ങും ചിലവർക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടായിരുന്നു ഇത് വരുന്നത്. മെലാനിൻ പിഗ്മെന്റേഷൻ കൂടുന്നത് മൂലമാണ് ഇത് നമുക്ക് വരുന്നത്. പിന്നെ അപ്പം നമുക്കിത് ഈ കരിമംഗല്യം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തോട്ടും അങ്ങനെ വരത്തില്ല. ചിലവർക്ക് ഇങ്ങനെ കുത്തായിട്ട് വരും. ചിലവർക്ക് ഇവിടെ കുറച്ച് പാട്, ഇവിടെ കുറച്ച് പാട്, ഇവിടെ കുറച്ച് പാട്, അങ്ങനെ വരും. പിന്നെ അത് ആദ്യമൊക്കെ അങ്ങനെ നിൽക്കും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് ഫുള്ള് മുഖം മൊത്തം പടർന്നു വരും. പണ്ട് ഞാനിതുപോലെ ഇതിനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇപ്പം നോക്കത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണല്ലേ. ഇപ്പം മുഖത്ത് പാട് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാണ്. പക്ഷെ എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോഴത്തേക്കും ഒരുപാട് സങ്കടം തോന്നി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനിപ്പം ചെയ്യാൻ തുടങ്ങി, എൻ്റെ മുഖത്തെല്ലാം പൂർണ്ണമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറൊരു വീഡിയോയുടെ അടി വന്നിട്ട് അവർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറേ പേര് പറയും ഇത് വെറുതെ പറയുന്നതാണ്, ഇത് മാറത്തില്ല എന്നൊക്കെ. കൂട്ടുകാരെ, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മൾ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് വേണം അതിന് പ്രയോജനം കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ടിപ്സ്. അപ്പം ഇതിനകത്ത് 1 സ്പൂൺ പഞ്ചസാര എടുക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക.
1 സ്പൂൺ പഞ്ചസാര എടുക്കുക, അരമുറി നാരങ്ങയുടെ നീരെടുക്കുക. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാര, അരമുറി നാരങ്ങ നീര്, പിന്നെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ തൈര്. മനസ്സിലായല്ലോ? പഞ്ചസാര, നാരങ്ങ നീര്, തൈര് അളവും ഞാൻ പറഞ്ഞു. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. ആദ്യം തൈര് എടുക്കുക, തൈര് എടുത്തിട്ട് നന്നായിട്ട് അതിനെ ഉടയ്ക്കുക. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക, നാരങ്ങ നീര് അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 15 മിനിറ്റ് അവിടെ വെക്കുക. 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകുക. നിങ്ങൾ എന്തെങ്കിലും ക്രീമോ അങ്ങനെ എന്തെങ്കിലും സൺസ്ക്രീനോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നന്നായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഫേസിൽ പുരട്ടി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പുരട്ടി കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പുരട്ടി കൊടുക്കുക. 1 മാസം കൊണ്ട് നിങ്ങളുടെ ഇത് മാറും. അപ്പം നമ്മൾ ഈ നാരങ്ങയും തൈരും ഒക്കെ പെട്ടെന്ന് മൂലം നമ്മുടെ ഈ മെലാനിൻ്റെ ഇത് കുറയും. അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങയും തൈരും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാനായിട്ട് പറയുന്നത്. 1 മാസം തേച്ചിട്ട് എനിക്ക് വന്നിട്ട് കമൻ്റ് ഇടുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം ഏതെങ്കിലുമൊക്കെ ഓരോന്ന് ചെയ്താൽ മതി, എല്ലാം കൂടിയിട്ട് ചെയ്യരുത് കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന അളവെല്ലാം 1/2 സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ എടുക്കുന്നത് 1/2 സ്പൂൺ നെല്ലിക്കപ്പൊടി, 1/2 സ്പൂൺ മഞ്ചിഷ്ട പൗഡർ, 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി, 1/2 സ്പൂൺ രക്തചന്ദനത്തിൻ്റെ പൊടി. ഇത്രയും മനസ്സിലായല്ലോ? പിന്നെ അതിനകത്തൊക്കെ നമ്മൾ ചേർക്കാൻ പോകുന്നത് തേനുണ്ട്. 2 സ്പൂൺ തേന്, 2 സ്പൂൺ തേനാണ് ചേർക്കേണ്ടത്. 2 സ്പൂൺ തേന്, 1/2 സ്പൂൺ നാരങ്ങ നീര്. 2 സ്പൂൺ തേന്, 1/2 സ്പൂൺ നാരങ്ങ നീര് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്തിട്ട് നിങ്ങളുണ്ടല്ലോ, പുരട്ടി കൊടുത്തിട്ട് ഇത് നമ്മൾ ഫാനിൻ്റെ കീഴിലിരുന്നിട്ടൊന്നും ഉണക്കരുത്. ഏതിട്ടാലും ഏത് പാക്കിട്ടാലും ഫാനിൻ്റെ കീഴിലിരുന്ന് ഉണക്കാൻ പാടില്ല. ഇത് തനിയെ നാച്ചുറലായിട്ട് ഉണങ്ങട്ടെ, എന്നാൽ അതാണ് ശരിക്കും മുഖത്ത് പിടിക്കുന്നത്. ഫാനിൻ്റെ മുമ്പിൽ പോയിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങും. അപ്പം നമുക്ക് അത്ര ഒരു എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫാനിൻ്റെ കീഴിൽ പോയിരുന്ന് ഉണക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതിലേതാണെങ്കിലും 1 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം 2 എണ്ണം പറഞ്ഞിരുന്നു. അടുത്ത ഒരു കാര്യം പറയാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരിഞ്ജീരകത്തിനെ കുറച്ചെടുക്കുക. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എന്നും ചെയ്യേണ്ട ഈ പെരിഞ്ജീരകത്തിന് ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മാത്രം മതി. അപ്പം കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ട് ഒന്ന് വറക്കുക, നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുക. നല്ല ഫൈനായിട്ടുള്ള പൊടി വേണം, നല്ല ഫൈൻ പൊടി വേണം. അതിനകത്തേക്ക് 2 സ്പൂൺ തേൻ, അത് കുഴയാനുള്ള തേൻ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഫേസ് നന്നായിട്ട് കഴുകുക. എന്നിട്ട് തുടച്ചതിന് ശേഷം കരിമങ്ങല്യമുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് കട്ടിക്ക് തേച്ച് കൊടുക്കുക. 20 മിനിറ്റ് ഇരിക്കുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ചെറിയ ചെറിയ കരിമങ്ങല്യാണെങ്കിൽ ഒരാഴ്ച ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പാട് മങ്ങി വരും. മനസ്സിലായല്ലോ? നിങ്ങൾ ചെയ്തു നോക്കുക. അല്ലാണ്ടും ആരും പറയുന്ന കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ചിലവർ പറയും, ഞാനിത് കുറേ ചെയ്തതാ, എൻ്റെ പോകുന്നില്ല. അതിൽ കാര്യമില്ല. ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ രീതി വ്യത്യസ്തമായതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, 1 മാസം കൊണ്ട് നമ്മുടെ കരിമങ്ങല്യം മാറിക്കിട്ടും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കരിമങ്ങല്യം മുഖത്തുള്ളവർ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് ഈ പാടങ്ങ് കൂടും. അതുകൊണ്ട് കഴിവതും വെയിലത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വെയിലത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല.
അപ്പം നമ്മൾ കുട പിടിച്ചാലും നമ്മുടെ ഈ സൂര്യപ്രകാശം നമുക്കറിയാലോ. അപ്പം സൺസ്ക്രീൻ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കേ കൂട്ടുകാരെ. ഇപ്പം നമുക്ക് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ കുറേ അനുഭവിച്ചത് കേട്ടോ, കുറേ. അങ്ങനെയാണ് എൻ്റെ മുഖത്തെ കുറേ മാറി. ഭയങ്കര മാനസികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. ചിലവർ പറയുന്നത് എന്താണെന്നറിയോ, കരിമങ്കല്യം കരഞ്ഞത്. അതിനകത്ത് ഒരു കാര്യമില്ല കേട്ടോ കൂട്ടുകാരെ, അതിനകത്ത് ഒരു കാര്യമില്ല, വെറുതെ പറയുന്നതാണ് അതൊക്കെ. പക്ഷെ എൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുറേയൊക്കെ മാറിയത്, കുറേയൊക്കെ അല്ല, നല്ല രീതിയിൽ മാറി. പണ്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. അതുകൊണ്ട് നിങ്ങളും ഇത് ചെയ്ത് നോക്കുക എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു പാക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അതെന്തുവാന്ന് വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പം ഇത്രയും പറഞ്ഞു. അപ്പം ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ടൈപ്പ് ഓരോ രീതിയിലാണ്. അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇതിന് നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.